ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഫട്ടാഫട്ട് റെസിപ്പിയാണ് ബട്ടർ ഗാർലിക് പ്രോൺസ്. ഇതൊരു ഭയങ്കര ക്വിക്ക് റെസിപ്പിയാണ്. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയും ഞാൻ നന്നായി പരീക്ഷിച്ച് മറ്റുള്ളവരിൽ നന്നായി പരീക്ഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോൺസിന് ആക്ച്വലി നല്ലോണം വാട്ടർ യൂസ് ചെയ്യുന്ന ഒരു ഫിഷാണ്. അപ്പോൾ ഇനി നമുക്കിത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഹലോ, അപ്പോൾ ഇന്ന് ഞാനൊരു ഭയങ്കര ഫട്ടാഫട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫുഡ് റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. അവിടെ വന്ന് എന്തോന്ന് ചിരിക്കുന്നത്? പാൻജേ കാണിക്കും. എവിടെ എന്തുവാ? എന്നാ നിങ്ങൾക്ക് പ്രശ്നം? എന്തോ നിങ്ങളുടെ പ്രശ്നം എന്തുവാ? നിങ്ങൾക്ക് എങ്ങനെ എൻ്റെ വാളും പരിചയോ ചെവിയില്? ഇവര് പറഞ്ഞിട്ട് വെച്ച വേഷം കെട്ടാണ് ഇതൊക്കെ. ഇത് എനിക്ക് എവിടുന്ന മണാലിയിൽ പോയിട്ട് വന്നപ്പം മേടിച്ചുകൊണ്ട് വന്ന കമ്മല. നല്ല ഭംഗിയുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിൻ്റെ കഥയുണ്ട്. എനിക്ക് കുറേ കമ്മൽ വാങ്ങിച്ചോണ്ട് ഈ ദരിദ്രവാസി ഇത്ര കമ്മല് എന്നിട്ട് 10 ജോഡി 5 ജോഡിയെങ്കിലും ഉണ്ടല്ലോ. അത്രയും കമ്മൽ ഈ ദാരിദ്ര്യവാസി ഇട്ടിട്ട് ഓരോ ദിവസം ആ ഒരു മനുഷ്യന് കാണാത്ത ആ പൊട്ട ലാല റിലേഷൻസിൻ്റെ ഓഫീസിൽ ഇരുന്നിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്ത് അവളിടും. അപ്പം ഞാൻ പറഞ്ഞ അറ്റ്ലീസ്റ്റ് 4 പേര് കാണുന്നില്ല, അത് എനിക്ക് കൊണ്ടുവന്നതാ. അത് ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ട് നിനക്ക് തിരിച്ചു തരാം. അത് പറ്റത്തില്ല, ആദ്യം അവൾ തന്നെ അതിടും. എന്നിട്ട് ഇട്ടിട്ട് എനിക്ക് കൊണ്ട് തന്നതാ ഇന്ന്. ഇതിട്ട് കാണും. ഇതെന്താ വെച്ചാൽ അവിടെ പരട്ട ചെവി ആയതുകൊണ്ട് ആ ചെവിയിൽ ഇത് കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല. അതുകൊണ്ട് ഇതെനിക്ക് കൊണ്ട് തന്നു. ബാക്കിയെല്ലാം എന്നിട്ട് എന്നോട് പറയാം, ഇത് നല്ല സുന്ദരമായ ചെവിയാണല്ലോ എൻ്റെ, പക്ഷെ എന്താണെന്ന് അറിയത്തില്ല, ഇങ്ങനത്തെ സാധനം ഊരി വരും, ചേച്ചിയുടെ ചെവിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെളിപ്പോട്ടിരുന്നൊരു വാളും പരിചയം. ആരാ പറഞ്ഞത്? സന്ധ്യയാണ് പറഞ്ഞത് അല്ലേ? എനിവേസ് ഗൈസ്, എനിക്ക് സമയം കളയാൻ തീരെ താല്പര്യമില്ല. ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കുക്കിംഗ് കാര്യമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ നമുക്ക് കുറച്ച് സമയമുള്ളൂ. അപ്പം അങ്ങനെ നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ ഫുഡെല്ലാം ഭയങ്കര ടൈം ടേക്കിംഗ് പ്രൊസീജിയേഴ്സാണ് ഉണ്ടാക്കാൻ വേണ്ടി. കുറേ ഇൻഗ്രീഡിയൻസ് വേണം, കുറേ കുക്കിംഗ് ടൈമൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഫട്ടാഫട്ട് റെസിപ്പിയാണ് ബട്ടർ ഗാർലിക് പ്രോൺസ്. ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ സായി എന്നെ കളിയാക്കി. സായി എന്താ പറഞ്ഞത്? ഇതിന് മുമ്പ് അമ്മ ഉണ്ടാക്കിയത് പ്രോൺസ് ബിരിയാണി, ഇന്നുണ്ടാക്കുന്നത് ബട്ടർ ഗാർലിക് പ്രോൺസ്, ഇനി അടുത്തത് പ്രോൺസ് തന്തൂരിയാണോ എന്ന്. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു കമൻറ്റ് ചോദിക്കാതിരിക്കാൻ വേണ്ടിയാണ് വളരെ ശക്തമായും വ്യക്തമായും ഭാഷയിൽ ഞാൻ പറയുന്നത്. അടുത്തത് പ്രോൺസ് ആയിരിക്കില്ല. ഞാൻ വെറുതെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ട് വരും. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന എല്ലാ റെസിപ്പിയും ഞാൻ നന്നായി പരീക്ഷിച്ച് മറ്റുള്ളവരിൽ നന്നായി പരീക്ഷിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് നിങ്ങൾക്ക് യൂട്യൂബിലൂടെ കാണിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പം ഇതൊരു ഭയങ്കര ക്വിക്ക് റെസിപ്പിയാണ്. ഇതിനകത്ത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. പ്രോൺസ് ഒരുപാട് വലിപ്പമില്ലാത്ത പ്രോൺസ് ആണ് നമുക്ക് നല്ലത്. പിന്നെ ലോട്ട്സ് ഓഫ് സ്പ്രിംഗ് ഒനിയൻ ആൻഡ് ലോട്ട്സ് ഓഫ് ഗാർലിക്, പിന്നെ ഉപ്പ്, പെപ്പർ, പിന്നെ കുറച്ച് ബട്ടർ. എന്നെ ഇതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രീമതി സന്ധ്യ വരുന്നതായിരിക്കും. ബോക്സർ മാത്രം ഇട്ട് തൊട്ട് പറയുന്നത് സായി വന്നിട്ടുണ്ട് സ്കൂളിൽ നിന്ന്. നമ്മൾ വീഡിയോ കാണിക്കുന്നതിന് ഓക്കെ, ബൈ. വയ്ക്കോ. ഓക്കെ, ഇത് വലിയ അടുപ്പ്, അതുകൊണ്ട് ചെറിയ അടുപ്പിൽ സന്ധ്യ വയ്ക്കുന്നു. ഗൈസ്, ഇതിൻ്റെയൊക്കെ റെസിപ്പി എൻ്റെ ആണെങ്കിലും ഞാൻ കുറച്ച് കാലമായിട്ട് കുക്ക് ചെയ്യാത്തതുകൊണ്ട് എൻ്റെ ധൈര്യത്തിന് ഞാൻ സന്ധ്യ കൂട്ടിയതാണ്. ബട്ടർ എടുക്കാം. ആക്ച്വലി ഇത് സോൾട്ടഡ് ബട്ടറാണ്, അതുകൊണ്ട് ഉപ്പ് യൂസ് ചെയ്യുന്നത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചാൽ മതി. ഇത് എത്ര ഗ്രാം വെളുത്തുള്ളി കാണുമോ? ഈ ഗ്രാംസ് ഇതൊക്കെ പറഞ്ഞാൽ ഒരു 250 ഗ്രാംസ് കാണത്തില്ല. 250 ഗ്രാം വെളുത്തുള്ളി എന്ന് വിചാരിച്ചു. ആക്ച്വലി സന്ധ്യ ഇതിപ്പോൾ ഇത്തിരി വലിപ്പം കൂടുതലല്ല അരിഞ്ഞേക്കുന്നത്. അതെ, ഇത്തിരി കൂടി വലിപ്പം കുറച്ച് വേണം ഇതരിയാൻ. ഇതിലോട്ട് നമ്മൾ വാഷ് ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് എടുത്തിട്ടു. ഇത് കുറച്ചും കൂടി ബട്ടർ ഇട്ടേ സന്ധ്യ, കുറച്ചും കൂടെ ബട്ടർ ഇടാം. ഇതിൽ ബട്ടർ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്, ബിക്കോസ് വി ആർ മേക്കിംഗ് പ്രോൺസ് ബട്ടർ ഗാർലിക്. ഈ പ്രോൺസിലധികം വെള്ളം പാടില്ല. ഇത് 1 കിലോ പ്രോൺസാണ്. അപ്പോൾ അതിന് നമ്മൾ ഏകദേശം 250 ഗ്രാം വെളുത്തുള്ളി. പ്രോൺസിന് ആക്ച്വലി നല്ലോണം വാട്ടർ യൂസ് ചെയ്യുന്നൊരു ഫിഷാണ്. അപ്പം നമ്മൾ പിന്നെ ഒട്ടും വെള്ളം ആഡ് ചെയ്യേണ്ട ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ. ഈ വാട്ടർ കണ്ടൻറ്റ് ഇറങ്ങി അതിൽ തന്നെയാണ് ഇത് വേവുന്നത്.
ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോൾട്ട് ആഡ് ചെയ്യാമേ. കുറച്ച് നേരമായി. ഇപ്പോൾ എനിക്ക് ഏകദേശം ഇതിൻ്റെ സോൾട്ടിനെ പറ്റി ഒരു ധാരണ വന്നു. അപ്പോൾ അതിനനുസരിച്ച്, കാരണം ഇനി ഞാൻ ബട്ടർ എന്തായാലും ആഡ് ചെയ്യുന്നില്ല, ഞാൻ സോൾട്ട് ആഡ് ചെയ്യും. ഏകദേശം നമ്മുടെ ബട്ടർ ഗാർലിക് പ്രോൺസ് ഫൈനൽ സ്റ്റേജിലെത്തി. കണ്ടോ, ഇതിനകത്തെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് പോയി. ഫ്രഷായിട്ട് ഗ്രൗണ്ട് ചെയ്ത പെപ്പർ ഇട്ടു ഇതിലേക്ക്. പിന്നെ ഇനി ക്വിക്കാണ്, ഇതിലേക്ക് നമ്മൾ ഫ്രഷായിട്ട് ഗ്രൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഓണിയൻ ഇട്ടു. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒരു ബഞ്ച് അല്ലേ സന്ധ്യ, ഒരു ബഞ്ച് സ്പ്രിംഗ് ഓണിയൻ ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 1 കിലോ കൊഞ്ച്, 250 grams ഓഫ് ഗാർലിക്ക്, ഒരു ബഞ്ച് സ്പ്രിംഗ് ഓണിയൻ. നമ്മളിതിൽ ഉള്ളി ഒന്നും ചേർത്തിട്ടില്ല. ഇത് ആക്ച്വലി നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിയത് 4:20-ക്കാണ്. ഇപ്പം നമ്മൾ 4:30 ആയപ്പോഴത്തേക്ക് ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെ ഫാസ്റ്റായിട്ട് കുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ ലാസ്റ്റ് മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ആൻഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളിത് കൺസ്യൂം ചെയ്യണം. ബിക്കോസ് എന്നാലേ ഇനി ഫ്രഷ്നെസ് ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ നമ്മൾ കുറേ നേരമെല്ലാം വെച്ചിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫുഡ് കഴിക്കുന്ന പോലെ ചിക്കൻ കറി അതൊക്കെ പോലെ വെച്ചാലൊരു സുഖമില്ല. അപ്പോൾ ഈ പ്ലേറ്റിൽ ഫ്രഷായിട്ട് അങ്ങോട്ട് സെർവ് ചെയ്യാൻ പോകും. ആക്ച്വലി ഈ ഡിഷിന് വാഴയില അത്ര മാച്ചിങ് ഒന്നുമല്ല, ഞാൻ പക്ഷേ ഒരു രസത്തിന് വാഴയില ഇടുന്നു. ഇലയുടെ മുകളിലോട്ട് ഈ സാധനങ്ങളൊക്കെ വീണ് കഴിയുമ്പോഴത്തേക്കും അതിനൊരു പ്രത്യേക മണമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പം ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ പൂച്ചക്കൊക്കെ കൊടുത്തിട്ടല്ലേ കൊടുക്കുന്നു. അതുപോലെ സായി സത്യസന്ധമായിട്ടൊക്കെ ഒപ്പീനിയൻ പറയണം. പൊള്ളുവെന്ന് അറിയാം. കൊള്ളത്തില്ല, ചൂട് നല്ലതാണോ? ചൂടുണ്ടോ? സൂപ്പറാ. സന്ധ്യ വരൂ, വാ. സൂപ്പർ. കണ്ടാ, ഇതെന്താണ് ഉണ്ടാക്കി പറഞ്ഞു പോലായിപ്പോയി. ലക്ഷ്മി 1 മണിക്കൂർ ആലോചിച്ചിട്ട് സന്ധ്യ വരെ വാ സൂപ്പർ. ഇടക്കിടക്ക് തിന്നോണ്ട് എനിക്ക് ഇതിന്റെ ടേസ്റ്റ് അറിയാം. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ലതാ. ധൈര്യമായിട്ട് ഞാൻ കഴിച്ചു നോക്കട്ടെ. ചപ്പാത്തിന്റെ കൂടെ പൊറോട്ടന്റെ കൂടെ ഒക്കെ കഴിക്കാം അല്ലേ? അല്ല, ആക്ച്വലി ഇത് കോണ്ടിനെന്റൽ ആയതുകൊണ്ടേ ഇതൊരു സ്റ്റാർട്ടറായിട്ട് നമ്മൾ കഴിക്കാനാണ് ആക്ച്വലി. ഇറ്റ്സ് നൈസ്, കുഴപ്പമില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഒന്നുമില്ല, സ്പ്രിംഗ് ഓണിയൻ, ഗാർലിക്, പ്രോൺസ് മാത്രം. ഇത് കുരുമുളക് ഇട്ടിട്ടുണ്ടല്ലോ, കുരുമുളക് പൊടി, ബട്ടർ. അങ്ങനെ ഒരുപാട് എരിവൊന്നും ഇഷ്ടമില്ലാത്ത കുറച്ച് ഇങ്ങനെ കോണ്ടിനെൻ്റൽ ടൈപ്പിൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടും. വെരി ക്വിക്ക് ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഈസി റെസിപ്പി. അപ്പോൾ അങ്ങനെ സക്സസ്ഫുള്ളി നമ്മളിതാ 1 കിലോ പ്രോൺസിൻ്റെ ബട്ടർ ഗാർലിക് ഉണ്ടാക്കി. പിന്നെ സായിക്ക് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. സായി ബോക്സിംഗ് ക്ലാസ്സിന് പോയതുകൊണ്ട് കുറച്ച് സായിക്ക് മാറ്റി വെച്ചു. ഐജത്തിന് ഭയങ്കര വർക്കായി. ഞാൻ ഐജത്തിനോട് പറഞ്ഞു, ഐജത്തെ ഇതൊന്ന് ഫ്രെയിമിൽ പറ. ഐജത്തിനോട് ചോദിച്ചു, ഇതിൽ ക്രീം ആഡ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? പക്ഷെ ഭയങ്കര ക്രീമി ടെക്സ്ചറാണ്. അത് നമ്മളെ ബട്ടർ ആഡ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ക്രീമി ടെക്സ്ചർ. നല്ല ഫ്രഷായിട്ട് കഴിക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. കാരണം ആകെ 10 minutes മതി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയും കുക്കിംഗ് വീഡിയോസ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ട്, പ്രോത്സാഹിപ്പിക്കുക പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണം എങ്ങനെയുണ്ടോ. ഓക്കെ, സോ ഈസി ആൻഡ് ക്വിക്ക് 10 minutes ബട്ടർ ഗാർലിക് പ്രോൺസ് റെസിപ്പി.